ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ് കേട്ടോ. മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് രാവിലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാതൊക്കെ ഇങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു. ഒന്നാമത് മാനസികമായിട്ട് ഒരു ഒരു മടുപ്പ്. അതുകൊണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാതിരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടന്നേ. അത് ഒരു ഭയങ്കര ഒരു ഇതായിപ്പോയി. എന്നാന്ന് വെച്ചാൽ നമുക്കറിയായിരുന്നു ആ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കും നമുക്കറിയായിരുന്നു. എന്നാലും നമുക്ക് എല്ലാത്തിലും ഒരു ദൈവത്തിലൊരു വിശ്വാസം, ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടല്ലോ നമുക്ക്. എന്നാലും അതൊക്കെ ശരിയാകും എന്നുള്ളത്. അപ്പോൾ അതൊക്കെ രാവിലെ എണീറ്റ് കേട്ടതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തെ മൂഡേ അങ്ങ് പോയി. പിന്നെ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോസൊക്കെ ഇടാതിരുന്നത്. അപ്പം അത് കൊണ്ട് വീഡിയോ ഒക്കെ ഇടാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നിനും ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് പ്രതീക്ഷിക്കാതെ നടന്നത്. എല്ലാവരും പറയുന്ന പോലെ മരണം എന്ന് പറഞ്ഞാൽ രംഗബോധമില്ലാത്തൊരു കോമാളി എന്നൊക്കെ പറയുന്ന പോലെ സത്യമാണെന്ന് എനിക്ക് തോന്നിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ മക്കളെ കണ്ട് മാമ്പു കണ്ട് മോഹിക്കലെന്നൊക്കെ പറയുന്നതൊക്കെ പഴമക്കാർ പറയുന്നതൊക്കെ എത്ര കറക്റ്റാന്നൊക്കെ ഉള്ള ഓർത്ത് പോയി. അപ്പം അവിടുത്തെ കൊച്ചിന് സുഖമില്ലായിരുന്നു. അതിന് 33 വയസ്സേ ഉള്ളായിരുന്നേ. അപ്പം അതിന് സുഖമില്ലായിരുന്നു. അത് കല്യാണം കഴിച്ചൊരു കുഞ്ഞും ഒക്കെ ഉള്ളതാണ്. അപ്പം അതിന് സുഖമില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആങ്ങള നാട്ടിൽ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഇതുപോലെ സമയത്ത് തന്നെ അതിൻ്റെ ആങ്ങള നാട്ടിൽ വന്ന സമയത്ത് അതിന് പെട്ടെന്ന് സുഖമില്ലാതായി. ഒരു വയ്യാഴിക പോലൊക്കെ വന്ന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ ആ കൊച്ചങ്ങ് പ്രതീക്ഷിക്കാതെ നമ്മൾ 2 ദിവസം മുമ്പ് വർത്താനം പറഞ്ഞ ആൾ പെട്ടെന്ന് പോയിന്ന് അതും ഇതുപോലെ പെട്ടെന്നൊരു കേൾക്കുമായിരുന്നു ഇങ്ങനെ ആൾ പോയി എന്നുള്ളത്. അപ്പോൾ അതും ഒരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ആങ്ങള പോയി 1 വർഷം ആവുന്നതിന് മുമ്പ് ഈ പെങ്കൊച്ചും. ഇതിനും ക്യാൻസറായിരുന്നു. പക്ഷെങ്കിൽ ഒരു പ്രതീക്ഷയായിരുന്നു. അന്നൊക്കെ ഞാനും മനസ്സിൽ വിചാരിച്ചായിരുന്നു ദൈവം തമ്പുരാൻ ചിലപ്പോൾ ആങ്ങള കൊച്ചങ്ങനെ അതിൻ്റെ ജീവൻ എടുത്തത് ഇതിന് ചിലപ്പോൾ ആയുസ്സ് കൊടുക്കാനായിരിക്കും. ഇതിനൊരു കുഞ്ഞുണ്ടല്ലോ. അപ്പോൾ അതിനൊരു അമ്മ വേണ്ടേ? അതുകൊണ്ടായിരിക്കാം ദൈവം അതിനെ ഇങ്ങനെ അതിന് ആയുസ്സ് കൊടുക്കാനായിരിക്കും അതിൻ്റെ ആങ്ങളെന്നെ എടുത്തത് എന്നിങ്ങനെയൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെങ്കിൽ അതിനേക്കാളൊക്കെ ഒരു 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ പുള്ളിക്കാരി ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു കുറച്ച് നാളായിക്കൊണ്ടേ. മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി നേഴ്സാണ്. അതുകൊണ്ടറിയാം എന്നത് സംഭവിക്കും എങ്ങനെയാണെന്നുള്ളതെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു പുള്ളിക്കാരി നിന്നുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി എല്ലാവരോടൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കഴിയുന്നില്ല. അതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ണിനൊക്കെ കാഴ്ചയൊക്കെ ഇതാവുന്നു. അതുകൊണ്ട് എൻ്റെ സമയം അടുത്തു എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ആ കൊച്ചിൻ്റെ കാര്യത്തിലായിരുന്നു ഭയങ്കര സങ്കടം കേട്ടോ. 10 വയസ്സേ ഉള്ളൂ അതിന്. അതിന് ഇനി അതായത് എൻ്റെ അമ്മ അടുത്തൊന്നും മാറത്തില്ലായിരുന്നു ആ കുഞ്ഞ്. അതിന് എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത്രയായിട്ടും എൻ്റെ അമ്മയെ അന്ന് എന്നെ വേർവിട്ട് പോയതിൻ്റെ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം അത് വേദനിക്കുന്നുണ്ടായിരിക്കും. തന്നെയല്ല ആ അപ്പനും അമ്മയ്ക്കും ഈ 2 മക്കളെ ഉള്ളായിരുന്നു. ഈ ആണും പെങ്കൊച്ചും ഉള്ളായിരുന്നു. അതിൽ ആൺകൊച്ചും പോയി, പെങ്കൊച്ചും പോയി. ഇനി കൊച്ചുമോൻ മാത്രമേ ഉള്ളൂ അവരുടെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് പറയേണ്ടി എടുക്കണമെന്ന്. ഒരു ഭയങ്കര വല്ലാത്തൊരു ഫീലായിപ്പോയി കേട്ടോ. ഞാൻ പിന്നെ ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ അവർക്ക് അത് താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ എന്നേ ഉള്ളൂ. ചേച്ചിയുടെ കരച്ചിലൊക്കെ നമുക്ക് സഹിക്കത്തില്ലെന്നേ. ഭയങ്കര കരച്ചിലൊക്കെയാണ്. നമുക്കത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ച് പോകും. ഒരു വല്ലാത്ത സിറ്റുവേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഇടാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ തുണിയൊക്കെ മുറ്റത്ത് വെളി വിരിച്ചിട്ടതൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കിയെടുക്കാൻ പിന്നെ ഈ റൂമിലിട്ടതും എല്ലാം ഉണങ്ങി കേട്ടോ. ഇതൊന്നും മടക്കിയെടുക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കിയെടുത്ത് എല്ലാം ഒന്ന് റെഡിയാക്കണം. ഇനി മഴ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉണങ്ങിയ തുണി ഇട്ട് കഴിയുമ്പോണ്ടല്ലോ വീണ്ടും അതിനൊരു തണുപ്പടിക്കും. തണുപ്പടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് അലമാരി മടക്കി വെച്ചാൽ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉണങ്ങി കിടക്കുന്ന സമയത്ത് തന്നെ എല്ലാം ഒന്ന് ഇന്നലെയൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നിനും ഒരു മൂഡ് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കിയൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുക്കിങ്ങിൻ്റെ ഒന്നും ഞാനങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റേതിലൊക്കെ ഇടണമല്ലോ എന്നോർത്തു. അച്ചുവിൻ്റെ കുറേ ബഹളവും കണ്ണൻ്റെ കുറേ ബഹളവും ഒക്കെ ആയിട്ട്. അപ്പോൾ അച്ചു അവൾ രാവിലെയും കുളിക്കും, വൈകിട്ടും അവൾ ചില ദിവസങ്ങളിൽ കുളിക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. മഴയൊന്നും ഇല്ലെങ്കിൽ പുള്ളിക്കാരി രാവിലെയും വൈകിട്ടും കുളിച്ചോളും കേട്ടോ. അപ്പം ഇന്ന് ഭയങ്കര മഴയും തണുപ്പും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നോട് ചോദിച്ചു അമ്മേ ഞാൻ കുളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പുറത്തോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു നീ രാവിലെ കുളിച്ചല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് കുളിക്കേണ്ടെന്നാ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇച്ചിരി കഴിയുമ്പോൾ ചേട്ടൻ കയറി വന്നു കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ ബഹളമൊക്കെയാണിത്. അച്ചു കുളിക്കാത്തതിന് അച്ചുവിനെ തല്ലാൻ വന്നേക്കുന്നത്. എടി നിന്റെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് കുളിക്കാൻ കയറ്. അച്ചു ആ മുറിയിൽ എന്നതിനാ ലൈറ്റ് ഇട്ടേക്കുന്നേ? ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ മടുത്ത്, ഞാൻ അടുക്കിപ്പെറുക്ക് നിർത്തി. ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആ തുണി എടുത്തോണ്ട് പോയിട്ട് മേലെ കൊണ്ടിട്ടിട്ട് പോകും. ആ റൂമിൽ എടി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അച്ഛൻ കണ്ടാ
തണുപ്പായതുകൊണ്ട് അച്ചു നാളെ രാവിലെ കുളിച്ചേച്ച് സ്കൂളിൽ പോകാന്ന് പറഞ്ഞ അച്ചു ഇരുന്നാണ്. പക്ഷെങ്കിൽ അച്ചുവിന്റെ പ്ലാനും പദ്ധതി എല്ലാം തെറ്റിച്ച് അച്ചുവിന്റെ അച്ഛൻ കയറി വന്നു. ബാച്ചേട്ടാ ഇവളെന്നെ ചോദിച്ചാൽ അച്ഛൻ എവിടെ പോയെന്ന്. ഞാൻ പറഞ്ഞു റോഡിൽ പോയെന്നാണ്. അപ്പൊ ഇവള് ഓർത്ത് ബാച്ചേട്ടൻ രാത്രിയിലേ വരുവുള്ളൂ. എനിക്ക് വയ്യ. അച്ഛന് ഇതുപോലെ പണി കയറി കുളിച്ചിട്ടോ മോനെ. ആ ഡ്രസ്സ് തന്നെ ഇട്ടാൽ മതിയല്ലേ ഇപ്പൊ എടുത്തിട്ടോ. എടി ദുഷ്ട നീ എന്നെ തല്ലു കുളിപ്പിക്കല്ലേ. കണ്ടോ അച്ചു എന്നാടി എവിടെ? എന്റെ ദൈവമേ കാണാൻ പോലും ഇല്ലല്ലോ ചുടവിണേല. ഇല്ലടി കാണാൻ പോലും. മഴ പെയ്യുന്ന നനയും. അച്ചു ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ തണുപ്പാന്ന് പറഞ്ഞിട്ട് അവള് നിൽക്കുമായിരുന്നു. നമ്മ രാവിലെയും കുളിച്ചോളാന്നൊക്കെ പറഞ്ഞ പാവത്തിനുണ്ടല്ലോ. അതിനിന്നൊരു ജോലിയും ചെയ്യാതെ അടങ്ങിയിരിക്കുമായിരുന്നു. കുളിക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഒരു ജോലിയും ചെയ്തില്ല. പാവത്തിന്റെ ചിരി കണ്ടു. പാവം കൊച്ച്. എടാ പാരേ കിട്ടുന്ന അവസരം ആവട്ടെ. പാരൊക്കെ അച്ചു തല കഴുകി കുളിച്ചേച്ച് ഇവിടെ ഇല്ലാത്ത സീനാണ്. ഇവനാരാ മുതലെന്നറിയാം. ഇവനാരാ മുതലെന്നറിയാം. എന്നതിപ്പോ വടിയാണോ തപ്പുന്നത്? വേണ്ടിയിരിക്കുന്ന വടി. ഇവനോട് ബാസിലോട്ട് പോവാണോ? റോഡിൽ പോണോ? എന്നതിന് ഇനിയിപ്പോ പോന്നീ മഴയെ പിടിച്ച് വേണ്ട. ഇവനോട് ടിവിയും ഫോണും ഒഴിവാക്കി വെച്ച് പഠിക്കാൻ പറ. അല്ല അച്ചുവിന് ഫോൺ വേണം ഇപ്പൊ. അവക്ക് പഠിക്കാൻ ഫോൺ വേണം. എടാ നിന്നോട് ടി വി വെക്കല്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു അച്ഛൻ പോയത് ആണോ? നീ എപ്പോ പഠിച്ചു കഴിഞ്ഞ്? ആരടി വന്നു പറ. സാധിക അമ്മേന്നാ? നീ അവളെ അമ്മ കയറി വിളിച്ചു തുടങ്ങിയോ? പഠിക്കണല്ലോ. ആ ബ്ലൂടൂത്ത് എടുക്ക. കുളിച്ചോ മോനെ? തക്കട് കുളിച്ചോ? ഈ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ടെന്നാ ഉണങ്ങിയോടി. ഷാമ്പു ഒക്കെ ഇട്ട് പറപ്പിച്ചിട്ടേക്ക് മുടിയൊക്കെ. തല നിറച്ച് എണ്ണ തേച്ച് വച്ച. എന്നതടി വീഡിയോ കോളാണോ? അതവിടെ വെച്ചേക്കാം. അല്ല ഇപ്പൊ ശരിയായെന്ന് വെച്ചാ ശരിയായത് അവിടെ വെക്കണാനൊക്കെല്ലേ. നീ പറ. നീ എനിക്ക് എന്തുവാ 85 തുടങ്ങുന്ന നമ്പറാ. ഇതിപ്പോ നിന്റെ പഴയ നമ്പറാ. മുടി നിറച്ച് പറപ്പിച്ചിട്ടേക്കുവാണല്ലോ. രാവിലെ കുളിക്കാൻ എന്നെ കൊണ്ട് വരാം. ഇല്ലേ? സോറി, ഞാൻ നിരപരാധിയാണ്. എന്നെ ക്രൂശിക്കരുത്. അമ്മ എന്നെ ചതിച്ചു. അമ്മയോട് ഞാൻ മര്യാദക്ക് പറഞ്ഞ അമ്മ ഞാൻ കുളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു രാവിലെ കുളിച്ചാൽ മതി. അങ്ങനാണോടി? സത്യം പറ. രാവിലെ കുളിച്ചാ പോരേന്ന് ചോദിച്ചപ്പം അങ്ങനെ പറ. ഞാൻ ഓൾറെഡി വൃത്തിയായിട്ടിരിക്കുന്നത്. ഇവിടെ അച്ഛനൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, നീ കുളിക്കാൻ എരുമയിലേ കണ്ടോ അല്ലേ? എന്നോട് പറഞ്ഞ് അതുപോലെ ആകും, അതുകൊണ്ട് നീ ഇവളുടെ താളത്തിന് തുള്ളാൻ നിൽക്കരുതെന്ന്. വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങക്ക് തോന്നണം. നാണം കെടുത്ത ചക്കട കുളിക്കുകയൊക്കെ ചേരും. പൊന്നുമ്പം കുളിക്കുമല്ലോ. തണുപ്പായി കഴിയുമ്പോൾ എല്ലാവരും എങ്ങനെയാടി കുളിക്കാനൊക്കെ മടിക്കും.
പിന്നെ നീ കുളിക്കാതിരിക്കും, ഞങ്ങളെല്ലാം ഒന്നും കൂടെ വിഷയം ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞാൻ കണ്ണൻ ഇപ്പൊ ഒന്ന് കുളിക്കാതിരിക്കാൻ അച്ഛൻ ഒന്നും വിട്ടത്തില്ല. അച്ഛൻ പറയോ അമ്മ കുളിച്ചില്ലേ, ഇന്ന് നാളെ മോ കുളിക്കണം, മറ്റന്നാൾ മോ കുളിക്കണം. അമ്മ കുളിക്കാതിരുന്ന പ്രശ്നമില്ല. ഞാനെപ്പോഴാണ് കുളിക്കാതിട്ടുള്ളത്? അമ്മയ്ക്കകത്ത് പനി വന്നപ്പോഴേ പിന്നെ പനി വരും മനുഷ്യൻ ഒരു ദിവസം തണുത്തെന്നും പറഞ്ഞു തണുത്തിരിക്കാന്നും പറഞ്ഞു അമ്മ അന്നും കുളിച്ചില്ല. രാവിലെ എന്നിട്ട് ഞാൻ നേരത്തെ കുളിച്ചായിരുന്നു. പോട്ടടാ തക്കടെ. കുളിച്ചാൽ ഞാൻ പിന്നെ പഠിക്കണ മൂഡ് പോകുന്നതുകൊണ്ടാണ് ഞാൻ കുളിച്ചാ പഠിക്കുന്ന മൂഡ് പോകുന്ന വ്യക്തി നീ മാത്രമേ ഉള്ളൂ. വരുന്നു. എനിക്കിപ്പോ തന്നെ കണ്ടു ബുക്ക് എടുത്തിട്ട് ബുക്ക് അരച്ചിരുന്ന് അവളോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പിന്നെ പഠിക്കും വേണ്ടേ അച്ഛൻ പിന്നെ ചെറിയ അച്ഛമ്മ കുഞ്ഞു കളിച്ചോണ്ടിരിക്കല്ലേ, പരീക്ഷ ആകുമ്പോഴത്തേക്കും കുളിക്കത്തില്ല. അപ്പൊ ഇനി മുതൽ എന്നെ കുളിക്കാൻ നിർബന്ധിക്കുന്നു. ഞാൻ എന്നെ ഇതിനൊക്കെ മറുപടി പറയണ്ട. ഞാനൊന്നും പറയുന്നില്ല, എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അവസാനിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ. മുടി മുടി നോക്കി കാറ്റത്ത് കിടന്ന് പറക്കുന്നത്. ഇപ്പൊ എണ്ണ ഇല്ലല്ലോ, എവിടെ നിന്നെടുത്ത് ഷാമ്പു? ശരി എന്നാ ഞാൻ പോവാ, ടാറ്റാ.